ആദ്യം പോകേണ്ടത് ആരുടെ അതെ സിറ്റിംഗ് സീറ്റ് ആണല്ലോ. സിറ്റിംഗ് സീറ്റിൽ നിന്നും തുടങ്ങാം. അല്ലമീൻ, എന്താണ് ഈ അവസാന മണിക്കൂറിലെ ഒരു പ്രതീക്ഷ? അവർ പറയുന്നത് ഒരു ബൂത്ത് തിരിച്ചുള്ള കണക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 400 വരെ ലീഡ് കിട്ടുന്ന 12 ബൂത്തുകൾ എടുത്തു. അവിടുത്തെ കണക്കുകൾ എടുത്തിട്ട് ഞങ്ങൾക്ക് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നതൊക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്താണ് അല്ലമീനോട് നേതാക്കൾ പറയുന്നത്? എത്ര ഭൂരിപക്ഷം കിട്ടും? സ്മൃതി, സുജയ, ഉണ്ണി ബാലകൃഷ്ണൻ ഈ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച് അത് വിശദമായി വിശകലനം ചെയ്തതിനു ശേഷമാണ് നേതാക്കൾ അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത്. ഇന്നലെ വരെയും 4 5 ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ കണക്കുകൾ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം നേതാക്കൾ പറയുന്നൊരു കണക്കുണ്ട്. അതായത് ഇടതുപക്ഷത്ത് സരിൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ UDFന്റെ ഭൂരിപക്ഷം 8000 വോട്ടുകളായിരിക്കും. ഇനി അതല്ല, സരിൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വലിയ മുന്നേറ്റമൊന്നും നടത്താതെ കഴിഞ്ഞ തവണയൊക്കെ എങ്ങനെയാണോ ഇടതുമുന്നണി മണ്ഡലത്തിൽ പ്രകടനം നടത്തിയത് അതേ നില തുടർന്നു കഴിഞ്ഞാൽ 12,000 മുതൽ 15,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം UDFന് ലഭിക്കുമെന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇനി അതിനപ്പുറത്തേക്ക് വലിയൊരു തരംഗം, അത് ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള നിലപാടുകളും സരിൻ കൂടുമാറിയതിൽ ഇടതുപക്ഷത്തുള്ള അതൃപ്തിയും ഒപ്പം BJPയിലെ പടലപ്പിണക്കങ്ങളുമൊക്കെ അനുകൂലമാവുകയും അങ്ങനെ UDFന് അനുകൂലമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഒരു തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ തരംഗം ഉണ്ട് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒരു തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ 20,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഏതായാലും 8,000 വോട്ടുകൾ ചുരുങ്ങിയത് ലഭിക്കുമെന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്നത് BJP വലിയ പ്രതീക്ഷ പുലർത്തുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. അവിടെ നിലവിൽ ഏതാണ്ട് 67 സംതിങ് ആണ് അവിടുത്തെ വോട്ട് നില. 68% അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജ് എത്തിയിരിക്കുന്നത്. അത് BJPക്ക് ഇതുവരെ ലഭിച്ച വോട്ടുകളിൽ വലിയൊരു ഇടിവിന് കാരണമാകുമെന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. ഒപ്പം പിരായിരി എല്ലാ തവണയും പ്രത്യേകിച്ച് കഴിഞ്ഞ വലിയ മത്സരം നടന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആശ്വാസം പകർന്നത് പിരായിരി പഞ്ചായത്താണ്. ആ പിരായിരി മേഖലയും ഇപ്പോൾ UDFനൊപ്പം നിൽക്കും. അതിലൊരു മാറ്റവും ഉണ്ടാകില്ല. ഒപ്പം സാധാരണഗതിയിൽ ഇടതനുകൂല നിലപാട് സ്വീകരിക്കുന്ന കണ്ണാടി മാത്തൂർ പഞ്ചായത്തിൽ നിന്നും ഇപ്പോൾ UDFന് അനുകൂലമായ ഒരു അടിയൊഴുക്ക് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നാൽ കൃത്യമായി ഒരു ആശങ്കയുമില്ലാതെ വിജയിച്ചു വരാനാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് UDF ക്യാമ്പിനുള്ളത്, UDF സ്ഥാനാർത്ഥിക്കുള്ളത്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിന്റെ കണക്കൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഭൂരിപക്ഷത്തിന്റെ കണക്കെന്നും പറയുന്നത് കംഫർട്ടബിൾ മാർജിനിൽ വിജയിക്കും. എന്തുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറയുന്നില്ല, ആത്മവിശ്വാസക്കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ താനത് പറയുന്നത് ശരിയല്ല, ജനങ്ങൾ വിധിച്ചിട്ടുണ്ട്, അത് വരട്ടെ എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ പറയുന്നത് 5 ഭൂരിപക്ഷം നേടുമെന്നുള്ളതാണ്. ഇതിൽ VK ശ്രീകണ്ഠൻ MP ആണ് പറയുന്നത് 12,000 മുതൽ 15,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നൊരു സാഹചര്യമുണ്ട്. മറ്റു നേതാക്കളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴാണ് ഈ 8,000-ന്റെയും 12,000-ന്റെയും തരംഗമുണ്ടെങ്കിൽ 20 വരെ എന്നുള്ള കണക്കുകളൊക്കെ അവർ പറയുന്നത്. ഒരാശങ്കയായി UDF ക്യാമ്പിന് വരുന്നത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുണ്ടായിട്ടുണ്ടോ, സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ കണക്കുകൾ പരിശോധിച്ച് അവർ പറയുന്നത് അവരുടെ കോട്ടകളിൽ അവർക്ക് അനുകൂലമായി ഇതുവരെ വോട്ട് ചെയ്തിരുന്ന ന്യൂനപക്ഷ മേഖലകളിലടക്കം കൃത്യമായ പോളിംഗ് ഇത്തവണ നടന്നിട്ടുണ്ട്. ആ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് UDFനോടോ രാഹുൽ മാങ്കൂട്ടത്തിനോടോ ഏതെങ്കിലും ഒരു വിരുദ്ധാഭിപ്രായം തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് സന്ദീപ് വാര്യരുടെ വരവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അതും ഉണ്ടായിട്ടില്ല. അതിന് കാരണമായി അവർ പറയുന്നത് അങ്ങനെ ഉണ്ടാക്കാൻ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ഇടതുപക്ഷം കാര്യമായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന ദിവസം വന്ന പത്രപരസ്യം കൂടിയായപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ നിലപാട്, അത് BJP സഹായിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവുകയും അതുകൊണ്ട് തന്നെ ബ്ലോക്കായി ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ഭരണവിരുദ്ധ വികാരം, ഒപ്പം അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഷാഫി പറമ്പിൽ എന്ന ജനകീയനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വിധി കൂടിയാണ് പാലക്കാട്ടുകാർ നിശ്ചയിച്ചിട്ടുള്ളത് എന്നതടക്കമാണ് അവർ അവകാശവാദമായി ഉന്നയിക്കുന്നത്. ഉയർന്നു വന്ന ആരോപണങ്ങൾ ഒരു തരത്തിലും തങ്ങൾക്കെതിരായി ഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജനകീയ വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാൻ UDFനായിട്ടുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു തരത്തിലും ആശങ്കയുടെ സാഹചര്യം മണ്ഡലത്തിലില്ല. കൃത്യമായി വിജയിച്ചു പോകും. ഉറച്ച കോട്ടയായ പാലക്കാട് ഇത്തവണയും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസം ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകൾ പരിശോധിച്ച് വിശദമായി വിശകലനം ചെയ്ത് ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് ഇപ്പോഴും UDF നേതാക്കളും സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലുമുള്ളത്. ശരി, ഏതായാലും വലിയ ആത്മവിശ്വാസം UDF ക്യാമ്പിലേക്ക് ഈ വോട്ടെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിലെ കണക്കെടുപ്പുകളിലൂടെ ആ ആത്മവിശ്വാസത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്.